ഈ റൗണ്ടിലെ അടുത്ത വിഷയം കരിനീലക്കണ്ണ്. സംസാരിച്ചു തുടങ്ങേണ്ടത് ജെയിംസ്. വീണ വേണു മൃദംഗ സംഘ പടകങ്ങൾ തന്ത്രശാന്തം ഉയർത്തിയ ഈ വേദിയിൽ നിന്നുകൊണ്ട് കരിനീലക്കണ്ണ് എന്ന വിഷയം എന്റെ മനസ്സിലേക്ക് എത്തുമ്പോൾ എനിക്ക് നോക്കുവാൻ തോന്നുന്നത് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അങ്ങോട്ടേക്ക് നോക്കൂ, ഒരു കരിനീല കണ്ണുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയാണ് ഉദ്ദേശിച്ചത്. അതെ അതെ അതെ, കഥയിൽ ചോദ്യമില്ല. തുടരാം. കണ്ടപാടെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ചേച്ചിയാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നില്ല. അങ്ങോട്ടേക്ക് നോക്കാൻ പറഞ്ഞു, ഇപ്പൊ അങ്ങോട്ടേക്ക് പറഞ്ഞു. അങ്ങോട്ട് മാത്രം നോക്കി നിൽക്കരുത്, താങ്കൾക്ക് തുടരാം. കുറച്ച് ഇങ്ങോട്ടൊക്കെ നോക്കണം. അതെ. അങ്ങനെ കരിനീല കണ്ണു തേടിയുള്ള യാത്രയിൽ പഴയ എഴുത്തുകാരുടെ പുസ്തകത്തിന്റെ താളുകളിൽ എവിടെയെങ്കിലും ഒരു മാതൃക ഉണ്ടോ എന്ന് തിരഞ്ഞുള്ള യാത്ര. കേരളത്തിൽ ചൂളമടിക്കാൻ അറിയാവുന്ന ഏക കലാലയം ആയുർവേദ കലാലയം മഠത്തിൽ. അല്ല, മഠത്തിൽ ആയുർവേദ കലാലയം, മഠത്തിൽ ആയുർവേദ കലാലയം. അപ്പൊ നമുക്കൊന്ന് പോട്ടെ, അത് വിട്ടുകൊടുത്തത്. ആയുർവേദ കലാലയം മഠത്തിൽ കൈയടിച്ചു കൊടുക്കൂ. കരിനീല കണ്ണുകളിൽ കൺമഷി എഴുതി മാൻപേടയെ തോൽപ്പിക്കുന്ന കരിനീല കണ്ണു തേടിയുള്ള യാത്ര എത്തിച്ചേർന്നത് ബഷീറിന്റെ പ്രേമലേഖനവും ബാല്യകാല സഖിയും വായിച്ച നാളുകളിലാണ്. അവിടെ കാത്തിരിക്കുന്ന പെൺകുട്ടിയുടെ കറുത്ത കണ്ണിൽ എഴുതി വെച്ച വാൾമുനയിൽ തെളിഞ്ഞു നിന്ന ആ നക്ഷത്ര കണ്ണിൽ ചന്ദ്രിക. കരിനീല കണ്ണ് സാർ വിഷയം. താങ്കൾക്ക് തുടരാം. കരിനീല കണ്ണുള്ള പെൺകുട്ടി, രണ്ട് കുട്ടികൾ എന്റെ ചുറ്റും നിൽക്കുന്നു. രണ്ട് പെൺകുട്ടികൾ, രണ്ട് കുട്ടികളെ ചുറ്റും. രണ്ട് കുട്ടികളുണ്ടായി. തുടരൂ. കരിനീല കണ്ണുകളുള്ള ഒരുപാട് മാൻപേട കുഞ്ഞുങ്ങൾ എനിക്ക് ചുറ്റും ഇവിടെ ഉണ്ട്. അവരുടെ പുള്ളി വിചാരിച്ചു പുള്ളിയെ കുറിച്ചാണ് മാൻപേട എന്ന് പറഞ്ഞത്. താങ്കൾക്ക് തുടരാം. എന്റെ മുന്നക്കട താങ്കളെ കുറിച്ചല്ല. തുടരും. അവരുടെ മിഴികൾ എഴുതിയ കൺമഷികൾ പറയുന്ന 1000 കഥകൾ കേട്ടുകൊണ്ട് ഒരിക്കൽ അതിലൊരു മിടുക്കിയായ പെൺവനിത. ഒരിക്കലൊക്കെ എന്റെ ചുറ്റും എന്റെ രണ്ട്. കരിനീല കണ്ണ് കാണണമെങ്കിൽ അങ്ങ് മുണ്ടക്കയത്തേക്ക് വരണം. അവിടെ വണ്ടൻപതാലിന്റെ ഓരത്തുള്ള ആ തോട്ടുവക്കിലെ മാവിൻ ചുവട്ടിലും കശുവണ്ടിപ്പറമ്പിലെ തെന്നലിന്റെ ഊഞ്ഞാലാടുള്ള നടക്കുന്ന എന്റെ അരികിലായി നിൽക്കുന്ന രണ്ട് തരുണി മണികളെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതാ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എനിക്ക് കാണുവാൻ കണ്ണുകളെ കാണണമെങ്കിൽ ഏഷ്യയുടെ വേറെ ഒരു ഭാഗത്തും പോകണ്ട, എന്റെ ചുറ്റും ഇങ്ങനെ നോക്കിയാൽ മതി. അങ്ങോട്ടേക്ക് നോക്കൂ, എന്തു മനോഹരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ ഇല്ല ഒന്നും ആവർത്തിച്ചില്ല. കണ്ണുകളെ കാണണമെങ്കിൽ ഏഷ്യയുടെ വേറെ ഒരു ഭാഗത്തും പോകണ്ട, എന്റെ ചുറ്റും ഇങ്ങനെ നോക്കിയാൽ മതി. അങ്ങോട്ടേക്ക് നോക്കൂ. ആവർത്തിച്ചായിരുന്നു. മല്ലനും കൊല്ലനുമായ ഡിസ്റ്റർബ് കരിനീല കണ്ണുള്ള പെൺകുട്ടിയെ ഓർക്കുമ്പോൾ എനിക്ക് എന്റെ പ്രണയമാണ് ഓർമ്മ വരുന്നത്. കരിനീല കണ്ണുള്ള നിരവധി നയനങ്ങൾ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ട ചില വസ്തുധാരകളുണ്ട്. ഏതൊരു പുരുഷനും ആദ്യം ആഗ്രഹിക്കപ്പെടുന്നത് വ്യാകരണത്തിലുണ്ട്. കരിനീല കണ്ണുള്ള നിരവധി നയനങ്ങൾ, കണ്ണുകൾ നയനങ്ങൾ 2 തവണ പൗരരക്തി ദോഷം, അതാണ് ആ ദോഷത്തിന്റെ പേര്. താങ്കൾക്ക് തുടരാം. കരിനീല കണ്ണ് കാണുവാൻ ചാൾസ് ബോഡിലെയറിനെയും ദരീദിയെയും കാഫ്കയെയും വായിച്ചറിഞ്ഞ ബാല്യകാലത്തിൽ കടന്നു വന്നത് അയ്യപ്പന്റെ ഓർമ്മകളാണ്. അവിടെ ചോരചാറി ചുവപ്പിച്ച പ്രണയത്തിന്റെ തീക്ഷ്ണ സൗന്ദര്യം എഴുതിവെച്ച മഹാനായ സാഹിത്യകാരൻ MTയും. കരിനീല കണ്ണുള്ള പെൺകുട്ടി എന്ന വിഷയത്തെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്റെ കാമുകിയെ കുറിച്ച് തന്നെയാണ്. കരിനീല കണ്ണിന് വളരെ ആകർഷകമായ ഒരു സിദ്ധാന്തമുണ്ട്. അതിന് പിറകിലേക്ക് സഞ്ചരിക്കാതെ മുന്നിൽ കാണുന്ന ഒരു പെൺകിടാവിനെ വളരെ കാർഡ് കൊടുക്കണമെന്ന് മാത്രമല്ല ആ ചെവി കഴുകാൻ കൊടുക്കണം. അങ്ങനെ ആ പെൺകിടാവിനെ കണി കണ്ടുകൊണ്ടിരുന്ന കേരളത്തിന്റെ പല മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടുക്കിയിൽ ഒരു പ്രത്യേക ഭാഗത്തെത്തണം. വളരെയധികം മിഴികളിൽ വ്യത്യസ്തമായ നിറങ്ങൾ ചാലിച്ചെഴുതി നയന മനോഹരമായി മറ്റുള്ള
ഓക്കെ, തുടരാം. ആ പ്രത്യേക സ്ഥലം എവിടെയാ ഇടുക്കിയിലെ? താങ്കൾക്ക് തുടരാം. എന്റെ കാമുകിയുടെ കണ്ണുകൾ ലോകത്തിലെ ഏറ്റവും മനോഹരമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. ആ കുട്ടിയെ ആദ്യപാടെ ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. താങ്കൾക്ക് തുടരാം. ആയുർവേദ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം, കണ്ണിന് 3 ഭാഗങ്ങളാണുള്ളത്: രക്തം, ദൃഢം, മറ്റത് കണ്ണിന് വളരെ മനോഹരമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആരെയും വശീകരിക്കാൻ പോകുന്ന ചിന്താധാരകളെ ഉയർത്തിവിടുവാൻ കഴിയുന്ന അല്ല, അതേ പറയട്ടെ. ഞാൻ പറഞ്ഞപ്പോ അത് നിർത്തി പറയട്ടെ. കൈയടിച്ചു കൊടുക്കൂ. കഴിയുന്ന തരത്തിൽ ആകർഷിക്കുവാൻ കണ്ണുകൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കണ്ണ് എപ്പോഴും പുന്നക്കാടൻ. കണ്ണ് പലതരത്തിലുണ്ട്. ഇങ്ങനെയുള്ളത്, ഇവിടെ തിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളത്. മനോഹരമായ കണ്ണുകളുള്ള അഞ്ജു, അർച്ചന, അമ്മു, മാളു, ശ്രീലക്ഷ്മി, ലക്ഷ്മി എന്നിവരെ കൂടാതെ ഇതിനെക്കാളും കൂട്ടുകാർ എനിക്കുണ്ട്. കണ്ണുകളെ കുറിച്ച് കൂട്ടുകാരുടെ എണ്ണം കൂടിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലെ അങ്കി പോട്ടെ, ക്ഷമിക്കാം, പോട്ടല്ലേ, പാവല്ലേ. ഒരു ബോണസ് കേട്ടോ. റെഡി. എന്നിവർ കൂടാതെ കല, അയന, ക്രിസ്റ്റി, അമല ഒരു സെക്കൻഡ്. അല്ലാതെ താങ്കൾക്ക് തുടരാം. ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റേ സുശീല ചേട്ടത്തിന്റെ കാര്യം പറഞ്ഞില്ല, മറ്റേ കഴുകാൻ വരുന്നത് ഭാർഗവി അമ്മച്ചി, അതും കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞു. അവരുടെയൊക്കെ കണ്ണുകൾ വളരെ മനോഹരമാണ് എന്നുള്ള ഉള്ള പ്രശ്നം. വേറെ അപകടമൊന്നുമില്ലല്ലോ. താങ്കൾക്ക് തുടരാം. കരിനീല കണ്ണുള്ള പെൺകുട്ടി എന്റെ കൂടെ എന്റെ ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ സ്ലോ ആയ കണ്ണും കൊണ്ട് അവളങ്ങ് പോകും. താങ്കൾ തുടരാം. ഇത്തിരി വേഗം ആയിക്കോട്ടെ. ആ കണ്ണുകളുള്ള കുഴപ്പമില്ല എന്നുള്ളല്ലേ നമ്മള്. മനോഹരമായ പെൺകിടാവോ ഒരിക്കൽ എന്റെ അരികിൽ വന്ന് ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് ഇത്രയും സുന്ദരിയായിരിക്കുന്നത്? വളരെ നിസ്സാരമായി. സുന്ദരി എന്നല്ലേ പറയണ്ട സാർ, ആദ്യമേ നന്ദി വെച്ച് പറഞ്ഞു. ആ അക്ഷരം ഇങ്ങനെയല്ല. ഇതേതാ പറഞ്ഞു? സുന്ദരി. കീരിക്കാടൻ ചാകാറുള്ള സമയം സുന്ദരി എന്നാണോ പറഞ്ഞത്? സുന്ദരി എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ ശരിയാ. അപ്പൊ സുന്ദരി എന്നുള്ള വ്യക്തമായി എന്ന് പറയും. മലബാറിലൊക്കെ ഉണ്ടല്ലോ ഞാനൊരു ഇൻഫർമേഷൻ അങ്ങോട്ട് പറയാം. ഇങ്ങനെ വാക്ക് പറയാറില്ല. അതുകൂടെ പറഞ്ഞു. താങ്കൾ തുടരാം. കണ്ണുകൾ 4 നിറത്തിലാണുള്ളത്: പച്ച, നീല, മഞ്ഞ, ചുവപ്പ്. പിന്നെ ഞാൻ കണ്ടെത്തിയ ഒരു നിറം വെള്ള. കാടെടുത്ത് കാണിക്കും ഞാൻ. ലാഗാവരുത്. പറയൂ. അങ്ങനെ മനോഹരിയായ പെൺകുട്ടി എന്നോട് ചോദിച്ചു, കരിനീല കണ്ണുള്ള പെൺകുട്ടിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവരുടെ നയനങ്ങൾ ഏറെ മനോഹരമാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്ര സുന്ദരിയായ ഒരു പെൺകിടാവ് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. താങ്കളാകെ ഒരു പെണ്ണെ കണ്ടിട്ടുള്ളൂ. താങ്കൾക്ക് തുടരാം. കണ്ണ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഫ്രാൻസിസ് അച്ഛനെയാണ്. മഹാനായ പലതരത്തിലുള്ള കണ്ണുകളെ കുറിച്ച് വാചാലരാകുന്ന ഈ സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് എനിക്ക് മാത്രം ദർശിക്കുവാൻ കഴിഞ്ഞ ചില അദൃശ്യമായ കണ്ണുകളെ കുറിച്ച് മനോഹരമായ ഈ അവസരത്തിലാണ് നാം എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യവും കൂടെ ഉണ്ട്. പലതരത്തിലുള്ള കണ്ണുകളെ കുറിച്ച് ഇവിടെ അങ്ങനെ ചേച്ചി ഇത്രയും സുന്ദരിയായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കാര്യമാണ് മഞ്ഞളും ഇല്ല ആവർത്തിച്ചിട്ടില്ല. നല്ല കാര്യം പറയാൻ പോകുന്നത്. എങ്ങനെ സുന്ദരിയാവണമെന്നുള്ള പഠിപ്പിക്കുക. ടിപ്പാണ്. കേട്ടോളൂ. എവളുടെ തള്ളെന്നായിരുന്നു വിഷയത്തിൽ കേട്ടോളൂ. ഒരു സെക്കൻഡ് കേട്ടോളൂ. കരിനീല കണ്ണുകളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ വട്ടം കൂടിയിരുന്ന് സമ്മേളനം നടത്തുകയാണ്. അപ്പോൾ അവിടെ വെച്ച് പ്രശസ്തനായ വ്യക്തിയായ പ്രശസ്തരായ വ്യക്തികളായ ആൽബർട്ട് ഐൻസ്റ്റീൻ, നെൽസൺ മണ്ടേല മുതലായ വ്യക്തികൾ. അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. താങ്കൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു വ്യക്തിയായ എന്നുള്ളത്. ഓക്കെ. കണ്ണിന്റെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഒരുപാട് ആശയങ്ങൾ ചിന്തോദ്ദീപകമായ
ചലനങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഈ അവയവത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റി ചർച്ച നമ്മുടെ സമയം അവസാനം, താങ്കൾ അവസാനിക്കും സമയം. നെൽസൺ മണ്ടേല ഗോപികയുടെ സമയം അവസാനിക്കും.